ലക്ഷ്മി ദേവിയുടെ വാസം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അരിയുടെ കൂടെ ഈ രണ്ട് വസ്തുക്കൾ കൂടി നിങ്ങൾ ചേർത്ത് വെക്കണം. ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോകുന്നതേ ഒരു ഒരു സ്ത്രീ, എന്റെ പ്രായമായിരിക്കും തോന്നുന്നു, എന്തായാലും വേണ്ടില്ല, എന്നെ ചേച്ചീന്നാ വിളിക്കണം. ചേച്ചി വല്ലാത്ത ബുദ്ധിമുട്ടാണ് വീട്ടിൽ, ഞാൻ കഷ്ടതോണ്ട് ആകെ ബുദ്ധിമുട്ടായി എനിക്ക് എന്നുള്ളതാ പറയണത്. അപ്പൊ എനിക്ക് വിഷമായി. അപ്പൊ എന്റെ വീട്ടിലെ അമ്മ, ഞങ്ങൾ 6 പെൺകുട്ടികളെ അമ്മ വളർത്തി കൊണ്ടുവന്നതും കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ദിവസം ദിവസമായിട്ട് ഞങ്ങൾക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് 6 പെൺകുട്ടികളെ വളർത്തി കൊണ്ടുവരുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ബുദ്ധിമുട്ട് മാറി. അപ്പൊ അമ്മ എന്താണോ വീട്ടിൽ ചെയ്തിരുന്നത് അത് പറഞ്ഞു തരാന്നുള്ള കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ നായന്മാര് തറവാട്ടിൽ ജനിച്ചിരുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. നായന്മാര് തറവാട്ടിൽ ജനിച്ച ചെറിയ ഏറ്റവും ഒടുവിലത്തെ സന്തതിയാണ് ഞാൻ. അപ്പൊ അമ്മയും അമ്മമ്മയും ഞങ്ങള് മക്കളും ഒക്കെ കൂടിയതായിരുന്നു ഞങ്ങളുടെ കുടുംബം. അന്നൊക്കെ അച്ഛന്മാരെ വീട്ടിലാവും. അച്ഛൻ 15 ദിവസം കൂടുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരികയൊക്കെയാണ് ചെയ്യുക. പക്ഷെ അപ്പോൾ പെൺകുട്ടികൾ അച്ഛന്റെ വീട്ടിലേക്ക് എന്നെങ്കിലും പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ആകുമ്പോൾ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ എപ്പോഴും പെൺകുട്ടികൾ അമ്മ ചെയ്യുന്നത് നോക്കുമല്ലോ. അപ്പൊ അമ്മ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി കണ്ടിട്ട് എനിക്കത് എപ്പോഴും ശീലമാണ്. ഞാൻ ഇവിടെ അത് ചെയ്തു പോരുന്നുണ്ട്. അപ്പൊ ഇതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളെ അരി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ വേണമെന്നറിയോ? അടുക്കളയിൽ അരിയുടെ സ്ഥാനമൊക്കെ നമ്മൾ നോക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അരിയുടെ സ്ഥാനം നമ്മളൊന്ന് വലതു ഭാഗത്ത് തന്നെ വേണം നമ്മളുടെ അരി വെക്കാൻ. വീടിന്റെ അടുക്കളുടെ വലതു ഭാഗത്ത് തന്നെ അരി വെക്കണം. പിന്നെ അരി ഉയരത്തിൽ നമ്മൾ അങ്ങനെ വെക്കാൻ പാടില്ല. ഒന്ന് ശിരസ് നമിച്ചിട്ട്, ലക്ഷ്മി ദേവി അല്ലേ, അപ്പൊ ഒന്ന് ശിരസ് നമിച്ചിട്ട് നമ്മൾക്ക് അരി എടുക്കുന്ന വിധത്തിലാണ് നമ്മൾ അരി വെക്കാൻ. പിന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്നോ, അരി സ്ഥിരം നമ്മൾ അരിപ്പാത്രം നമ്മൾ ഒരിക്കലും ഇതാവാൻ പാടില്ല, കമ്മിയാവാൻ പാടില്ല. പാത്രം എപ്പോഴും നിറഞ്ഞിരിക്കണം എന്നാ പറയുന്നത്. അത് എല്ലാവർക്കും എല്ലായ്പ്പോഴും സാധിച്ചു എന്ന് വരില്ല. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യാന്നറിയോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ അരി കൊണ്ടുവരുമ്പോൾ ചെറിയൊരു പാത്രത്തിലേക്ക്, ഒരു ഡപ്പയിലേക്ക് ഒരു ഡപ്പ അരി നിറച്ച് വെക്കുക. അത് നിറഞ്ഞു വെക്കുക. മറ്റേ പാത്രത്തിലേക്ക് ബാക്കിയുള്ള അരി ഇട്ട് വെച്ചാൽ മതി. അതിന് ഇത്തിരി കമ്മിയായാലും ഈ നിറഞ്ഞിരിക്കണ അരി ഒരിക്കലും നമ്മൾക്ക് കമ്മിയാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ, ഭഗവതിയുടെ ഫോട്ടോ, അല്ലെങ്കിൽ ശിവപാർവതിമാരുടെ ഫോട്ടോ, ആരുടെ ഫോട്ടോ ആണോ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛൻ, അതിലിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഒരു കുറച്ചരി, ഒരു ഗ്ലാസ്സിലോ നാഴിയിലോ ഒരു നാഴി അരി നമ്മൾ കൊടുന്നിട്ട് പൂജയ്ക്ക് വെക്കുക. ഡെയിലി ആദ്യത്തെ അരി കൊടുന്ന് നമ്മൾ പൂജയ്ക്ക് വെക്കുക. അതിന്റെ കൂടെ നമ്മൾ എന്തൊക്കെ വെക്കണം എന്നറിയോ? ഒരു അടയ്ക്ക, തോല് പൊളിച്ച അടയ്ക്ക, ഉണങ്ങിയ അടയ്ക്ക വേണം കേട്ടോ. ഉണങ്ങിയ അടയ്ക്ക. പാക്കാന്ന് പറയണ്ടേ ചിലവര്, ഈ അടയ്ക്കയ്ക്ക് പാക്കാന്ന് പറയണ്ടേ, നമ്മളൊക്കെ അടയ്ക്കാന്നാണ് പറയണ്ടേ. അപ്പൊ ഒരു ഉണങ്ങിയ അടയ്ക്ക് 1 രൂപ നാണയവും വെച്ചിട്ട് വേണം നമ്മൾ ലക്ഷ്മി ദേവിക്ക് കൊടുന്ന് പൂജിക്കാൻ. പൂജിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ഉള്ളുരുകി തന്നെ പ്രാർത്ഥിക്കണം. എന്താ, നമ്മളുടെ വീട്ടിലത്തെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും ഒക്കെ ഭഗവതിയോട് നമുക്ക് തുറന്നു പറയാം. നമുക്ക് എന്തൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടല്ലോ, നമ്മൾ അമ്മ തന്നെയാണ് ദേവി. അമ്മ ഈ സങ്കല്പിക്കുക. ഒരമ്മ മക്കള് പറയുമ്പോ അമ്മയ്ക്ക് ദേഷ്യം തോന്നില്ല, ഇല്ലല്ലോ. അപ്പൊ നമ്മൾക്ക് ദേവി അമ്മയായി തന്നെ വിചാരിച്ചിട്ട് അമ്മേ, എന്റെ അമ്മേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവനെ പറയാം ദേവിയോട്. അപ്പൊ നമ്മൾ ആ അരി നമ്മൾ ഇങ്ങോട്ട് എടുക്കണ സമയത്തേ 11 തവണ അങ്ങനെ പറയണം, ഓം മഹാലക്ഷ്മിയെ നമ, ഓം മഹാലക്ഷ്മിയെ നമ എന്ന് നമ്മൾ 11 പ്രാവശ്യം പറയും കൂടി വേണം. ഒരു തുളസി കൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ പൂജ ചെയ്യണ പോലെ ശുദ്ധമായ ഒരു ജലമൊക്കെ കൊണ്ട്, നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കുന്നില്ലേ നിങ്ങളെ, അതിലൊരു തുളസിത്തല ഇട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളം കൊണ്ടൊന്ന് ശുദ്ധാക്കുക ആ അരിയെ. എന്നിട്ട് നമ്മൾ അരിയെ നമ്മൾ കൊണ്ടുവരിക. ഭഗവതിയോടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും അല്ലെ. എല്ലാം പറഞ്ഞ് നമുക്കൊരു മനസ്സമാധാനം കിട്ടും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ അരി നമ്മളെ നിറച്ച് വെക്കണ ഡപ്പയിൽ ഇട്ട് വെക്കുക. ആ അരിയുടെ കൂടെ നമ്മൾ ആ അടയ്ക്കും 1 രൂപ കോയിനും അതിൽ തന്നെ വെക്കുക. പിന്നെ ആ അരി വെക്കുമ്പോൾ നമ്മൾ ഈ തറയിൽ വെക്കരുത്, നേരെ ഇങ്ങോട്ട് തറയിൽ വെക്കരുത്. ഒന്നും വേണ്ട, ഒരു പ്ലേറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു പലകയുടെ മുകളിൽ. പണ്ടൊക്കെ വീടുകളിൽ പലക ഇഷ്ടം പോലെ ഉണ്ടാവും, ഇപ്പൊ പലകകൾ കാണുന്നില്ല അല്ലെ. അപ്പൊ ഒരു പ്ലേറ്റിന്റെ മുകളിലെങ്കിലും നിങ്ങളെ ആ ഡപ്പെങ്കിലും സൂക്ഷിക്കാം. വലിയ ബക്കറ്റ് നമുക്ക് പ്ലേറ്റിലൊന്നും വെക്കാൻ സാധിച്ചു വരില്ല. ആ ചെറിയ ഡപ്പയിലത്തെ അരി നിങ്ങൾ അതിൽ വെക്കുക, മനസ്സിലായില്ലേ? അതിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ദിവസം അരി കഴുകിയിടാൻ നമ്മൾ അരി എടുക്കില്ലേ, അപ്പോൾ അതൊന്നൊരു 4 മണി അരി ഡെയിലി നമ്മളൊരു പിഞ്ച് ഇങ്ങനെ നുള്ളിയിട്ട്, നമ്മൾ അരി ചോറ് വെക്കണ അരിയിലേക്ക് ആ അരി നമ്മൾ ദിവസേന ഇങ്ങനെ 3 വിരലോട്ട് നുള്ളി എടുത്താലും മതി. അങ്ങനെ ഇടുക.
അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ അരിപാത്രത്തിലെ അരി അത്ര പെട്ടെന്നൊന്നും തീരൂല. നമ്മളൊരു 10 ദിവസം കൂടുമ്പോൾ അരി കൊണ്ടുവരുന്ന വീടല്ലേ, ഒരു 15 ദിവസം കൂടുമ്പോൾ. ആ സമയത്ത് നമ്മൾ കൊണ്ടുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ കുട്ടി ഡപ്പയിലേക്ക് നിറച്ച് വെക്കണം. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ഈ പുലവാലായ്മ, മാസമുറ, അങ്ങനെ അറിയില്ല, പീരിയഡ്സ്, ആ സമയത്തൊന്നും ഈ കുട്ടിപ്പാത്രത്തിലത്തെ അരി നമ്മൾ തൊടാൻ പാടില്ല. അത് കുറച്ച് ഒഴിച്ച് മാറ്റി നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ മാറ്റി വെക്കണം വേണം, ശുദ്ധിയോട് കൂടിയിട്ട്. കാരണം നമ്മൾ ദേവിക്ക് പൂജിച്ചിട്ടുള്ള അരിയാണ് അത്. അപ്പൊ നമ്മളെ ഭക്ഷണം മുഴുവൻ പ്രസാദമായി കേട്ടോ. നമ്മളെ വീട്ടില് നല്ല നല്ല കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഈ ഭഗവതിക്ക് പൂജിച്ചത് കൊണ്ട് മാസങ്ങളുള്ള സമയത്ത് തൊടണ്ട. പിന്നെ ചിലവർ ചോദിക്കും, മത്സ്യമാംസാദികളല്ലേ അമ്മേന്ന്. ഭക്ഷണം അവനാന്റെ ഇഷ്ടമാണ് മക്കളെ. ഭക്ഷണം ഇന്നത് കഴിക്കണ്ടെന്ന് ഒരു ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്രതശുദ്ധി, മത്സ്യമാംസാദികൾ കൂട്ടാതെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഹിന്ദു ഭവനങ്ങളിൽ വേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല എല്ലാവരും നമുക്കുണ്ടല്ലോ പോഷകാഹാരക്കുറവ്, ചിലവർക്ക് കൈയും കാലും വേദനയും, കുട്ടികൾക്ക് കണ്ണിന് കാഴ്ചക്കുറവ്. അപ്പൊ മുട്ട കൊടുക്കരുതെന്ന് നമ്മൾ പറയാൻ പാടില്ല, മത്സ്യമാംസാദികൾ കൊടുക്കരുതെന്ന് നമ്മൾ പറയാൻ പാടില്ല. ലിവറൊക്കെ കുട്ടികൾക്ക് കഴിക്കേണ്ടി വരും ചില കുട്ടികൾക്കല്ലേ. അപ്പൊ നിങ്ങൾ മത്സ്യമാംസാദികൾ എടുത്തു കാണുമ്പോഴും നമ്മൾ അതിലൊന്നല്ലല്ലോ നമ്മൾ അരി കഴിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ചെമ്പിലല്ലേ. അതുകൊണ്ട് നമുക്ക് അതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷെ മാസക്കുളിയും മെൻസസ് ഉള്ള സമയത്തെ അതൊന്നും അരി ഒരു ലേശം പിഞ്ചിടാൻ നമ്മളെ കുട്ടികളോട് പറയുക, അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പറയുക. അവരൊന്നും നമ്മളോട് പറയുന്നത് കേട്ടോളന്നില്ല ചില സമയത്തോട്ടോ. അവളുടെ ഒരു ആചരണങ്ങളെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോവും. കാര്യമായിട്ടുള്ള വീട്ടിൽ അങ്ങനെയാണ്. അപ്പൊ അതുപോലെ ആണുങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കില്ല. അപ്പൊ നിങ്ങൾ അന്നത്തെ ദിവസം അത് എടുക്കാതിരിക്കുക, മനസ്സിലായില്ലേ. ആ മാസക്കുളിയോ പുലവാലായ്മ ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് അരി എടുക്കണ്ട. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അതിലെ അരി കുറയാൻ പാടില്ല. ഒരു അരപ്പാത്രത്തിൽ നിന്ന് കുറയുമ്പോഴേക്കും നിങ്ങൾ അത് നിറയ്ക്കാൻ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ്, അങ്ങനെയൊക്കെ പണ്ടുള്ള വീടുകളിൽ എൻ്റെ അമ്മ ചെയ്തു തരുന്നതാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഒന്നിനും ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല. അരിക്കല്ല കേട്ടോ, സമ്പൽ സമൃദ്ധാവും. നമ്മൾ മഹാലക്ഷ്മിക്ക് പൂജ ചെയ്ത അരിയാണ് പിന്നെ എടുക്കണത്. അപ്പൊ നമ്മളെ വീട്ടില് പണത്തിനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അസുഖവും കുറയും. ചിലവർക്ക് രോഗം, എന്നോട് കുട്ടിയോട് ചോദിക്കാൻ, അമ്മേ അസുഖം കൊണ്ട് തിരിഞ്ഞു, ഞാൻ എന്താ ഇനി ചെയ്യാന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ രോഗനിവാരണത്തിനും കൂടി ഉള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ നമ്മൾക്ക് എന്താണ്, വീട്ടിലെ എല്ലാം കൊണ്ട് മനസ്സമാധാനം കിട്ടും. മറ്റേത് നമുക്ക് പൈസ എങ്ങനെയെങ്കിലും വന്നിട്ട് കാര്യമില്ലല്ലോ, കയ്യിൽ നിൽക്കുവോ. നമുക്ക് ആശുപത്രി ചെലവല്ലേ. ഓരോ കുട്ടികൾ എന്നോട് ചോദിക്കുന്ന കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നമുക്ക് ആശുപത്രി ചെലവൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. കാരണം ദേവിയുടെ പ്രസാദമാണല്ലോ നമ്മൾ ദിവസം ഭക്ഷിക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ ഇപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല്, അപ്പൊ നിങ്ങള് ഈ ഭക്ഷണമൊക്കെ നമ്മൾ സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആരോഗ്യം, എനർജിയും, പിന്നെ അങ്ങനെയല്ലേ നമ്മൾക്കൊരു മനസ്സമാധാനമാണ്. നമുക്ക് എന്താ വെച്ചാല് ദേവിയുടെ പ്രസാദം കഴിച്ചു എന്നുള്ളൊരു മനസ്സമാധാനം നമുക്ക് വരുമ്പോഴേ നമുക്ക് ഈ ഡിപ്രഷനും ഉണ്ട്. മനുഷ്യനല്ലേ, നമുക്ക് ടെൻഷനാണ്, എന്തിനും നമുക്കൊരു ടെൻഷനാണ്. അപ്പൊ ഞാൻ പറയാച്ചാ, ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചിരിക്കാൻ പഠിക്കുക, എന്തിനും ചിരിച്ച് നേരിടാൻ പഠിക്കുക. നമ്മൾ കരഞ്ഞു നേരിട്ടോണ്ട് നമുക്ക് ഒരു കാര്യം കിട്ടുന്നില്ല എന്ന് ഉറപ്പല്ലേ. കരയണവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ ലോകത്തെ. അപ്പൊ ചിരിച്ചാൽ നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. ചിരിച്ചാൽ ആയുസ് കൂട്ടും, ആരോഗ്യം കൂട്ടും. അതുപോലെ നമ്മളെ ഡിപ്രഷനൊക്കെ കുറച്ച് മാറും, മനസ്സിലേക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി വരും. അതൊക്കെ മക്കളെ ഈ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാട്ടോ, ഞാൻ പഠിച്ച പാഠങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. കരഞ്ഞിട്ട് ഒന്നും കിട്ടാൻ പോണില്ല. കരയണം, കരഞ്ഞിരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പുറത്തുള്ള ആളുകൾക്കും ഇപ്പുറത്തുള്ള ആളുകൾക്കും നമ്മളെ പറ്റിയിട്ട് എന്താവുന്നോ ഒരു മതിപ്പുണ്ടാവില്ല. അപ്പൊ നമ്മൾ വെറുതെ എങ്കിലും പോസിറ്റീവായി നടക്കുക, എല്ലാവരും കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തുണ്ടെങ്കിലും മറക്കുക, അത് ചിരി കൊണ്ട് മറക്കുക നമ്മളെ മനസ്സിലെ ദുഃഖം. കാടിക്കഞ്ഞി മൂടി കുടിക്കുക എന്ന് പണ്ട് കാരണന്മാർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വീട്ടിലത്തെ ബുദ്ധിമുട്ട് ആരും നമ്മൾ അറിയിക്കരുത്. അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ട് അറിയിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പിന്നെ നമ്മൾക്ക് സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒരു ദിവസം രാവിലെ നമുക്ക് കീഴടക്കാൻ പറ്റിയാലാണ് ആ ദിവസം മുഴുവനും, അല്ലെങ്കിൽ ജീവിതം നമുക്ക് കീഴടക്കാൻ പറ്റും. രാവിലത്തെ സമയം അത് നിങ്ങൾ വിട്ടുകൊടുക്കരുതായിരിക്കും. അപ്പൊ നമ്മൾ സന്തോഷമായിട്ട് എണീറ്റ് വരാൻ നോക്കണം, മനസ്സിലായില്ലേ. ദേവന്മാരെ മനസ്സിൽ സൂക്ഷിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു വരണം. പിന്നെ അരി ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓം പരാശക്തിയായി നമ, ഓം പരാശക്തിയായി നമ, ഓം പരാശക്തിയായി നമ പറഞ്ഞിട്ട് വേണം നമ്മൾ അരി കഴുകിയിടാൻ. പിന്നെ അടുപ്പിലേക്ക് ഒരു നുള്ള, ഇപ്പൊ ഗ്യാസ് അതുകൊണ്ട് നുള്ളിടാൻ പാകില്ല അല്ലേ. എങ്കിലും ഗ്യാസ് വെക്കാൻ അല്ലാത്തവർക്ക് മാത്രം അടുപ്പിലേക്ക് നുള്ളിടണം കേട്ടോ, ഒരു നുള്ളരി. അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ വീട്ടിലെ ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ പടി ഇറങ്ങിപ്പോയിക്കോളും. ശ്രീ ഭഗവതി കുടിയിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് എനിക്ക് പറയാനുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്തേ. അപ്പൊ പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അമ്മടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.